കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയും കടലെടുക്കുമ്പോഴും യാതൊരുവിധ പരിഹാര നടപടികൾക്കും വഴിയൊരുക്കാത്ത ജനപ്രതിനിധികൾക്കെതിരെ തൃക്കണ്ണാട്ട് ജനരോഷം ശക്തമാകുന്നു. പ്രസിദ്ധമായ ത്രയംബകേശ്വര ക്ഷേത്രത്തിന് മുൻവശത്തെ റോഡ് ഏത് നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലെത്തി. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. തൃക്കണ്ണാട് തീരദേശവാസികൾക്ക് ഓരോ കാലവർഷവും സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയുമാണ്. കടലെടുക്കുന്ന തീരത്തെ സംരക്ഷിക്കാൻ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പല സമരങ്ങളും പ്രതിഷേധങ്ങളുമായി ഇവർ പലവട്ടം അധികൃതർക്ക് മുന്നിലെത്തിയിരുന്നു. എന്നാൽ വർഷങ്ങളായുള്ള ഇവരുടെ പരാതി പരിഹരിക്കാൻ ഇതുവരെയായും മാറി മാറി വന്ന ഭരണകൂടം തയ്യാറായിട്ടില്ല. പതിനായിരങ്ങൾ ബലിതർപ്പണം നടത്താനെത്തുന്ന തൃക്കണ്ണാട് തീരത്തെ ആരാധനാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ താൽക്കാലികമായെങ്കിലും സംരക്ഷിക്കാൻ സ്വന്തം നിലയിൽ കരിങ്കല്ലും മറ്റുമിറക്കി ശ്രമം തുടരുകയാണ് കൂറുമ്പ ഭഗവതി ക്ഷേത്ര ഭരണസമിതി പ്രവർത്തകർ. ഇവിടെ കടൽക്ഷോഭം തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസം കഴിഞ്ഞു. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ കളക്ടറേറ്റ് മുട്ടേക്കാണ് സംസാരിച്ച് ഓർമ്മിച്ചിരുന്നു. അപ്പോൾ അയാൾ പ്രോമിസ് ചെയ്തിരുന്നു കരിങ്കല്ലിന് 25 ലക്ഷം പ്രോമിസ് ചെയ്ത് പാസ്സാക്കിയിരുന്നു. പൈസ എങ്കിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഈ പണി നടത്തുന്ന കോൺട്രാക്ടറും തമ്മിലുള്ള ഇഷ്യൂസ്, അതായത് കോൺട്രാക്ടർമാരെ കാശ് പോരാനുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട്. ഇതുവരെ കാശ് തന്നെ റിലീസായിട്ടുള്ളതാണ് ലേറ്റസ്റ്റ് ന്യൂസ് കിട്ടുന്നത്. ഇത് എത്രയും അടിയന്തരമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ കടൽക്ഷോഭം റോഡ് വരെ റോഡിൻ്റെ കോർണർ വരെ എത്തിയിട്ട് ഇത് കടൽക്ഷോഭം ഈ റോഡ് തന്നെ കൊണ്ടുപോകുന്നു. തീരദേശമാണ് ഹെവി, അതായത് ഹൈവേ ആണ് കൊണ്ടുപോകുന്നത്. സംശയം നാട്ടുകാർക്കുണ്ട്. ഇതുവരെ ഒന്നും ഗവൺമെന്റ് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തൃക്കണ്ണാട് ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള കൊടുങ്ങല്ലൂർ ഭഗവതി മണ്ഡപത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ചുമരുകൾ കടലേറ്റത്തിൽ തകർന്നത്. മണ്ഡപത്തിനകത്തും ഭാഗിക കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ദേവിയുടെ കരിങ്കൽ പ്രതിഷ്ഠ മാറ്റേണ്ടി വന്നു. സമീപത്ത് കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ 2 വർഷം മുൻപ് ഭാഗികമായി തകർന്ന കെട്ടിടത്തിന്റെ ഒരു മുറി കൂടി തകർന്നു. കൊടുങ്ങല്ലൂർ മണ്ഡപത്തിനും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുമിടയിലെ മണ്ണും ഇപ്പോൾ ഒലിച്ചുപോയ നിലയിലാണ്. ഇവിടെ ഈ കഴിഞ്ഞ വർഷം പോലും ഇങ്ങനെ എടുത്തിട്ടില്ല. തീരദേശത്തുള്ള റോഡാണിത്. ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ഒരു പ്രശ്നം പോലും കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടുത്തെ തീരദേശത്തുള്ള എല്ലാ പ്രശ്നങ്ങളും കല്ല് പോലും ഇല്ലാത്ത മണ്ണുകൾ ഇപ്രാവശ്യം മഴ പെയ്ത് അതിരൂക്ഷമായ മഴയാണ്. ഇനി ഇപ്പോഴത്തെ 2 മഴ ഉണ്ടെങ്കിൽ ഈ റോഡ് കിട്ടുമെന്നുള്ള സംശയമാണ്. ഇത് മാംഗ്ലൂരുമായി പോകുന്ന റോഡാണ്. അത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ഈ റോഡാണ്. ആൾക്കാർ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ആകെയുള്ള റോഡാണ് ഇത്. ഇതും കൂടി പോയി കഴിഞ്ഞാൽ അതിസംഭവമായിട്ടുള്ള എല്ലാ റോഡുകളും നിർത്തലാവുന്നുണ്ട്. ഇതിനെ പറ്റി ആരും തിരിഞ്ഞു നോക്കുകയൊന്നുമില്ല. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പടിഞ്ഞാറുള്ള വീഴാറായ ഹൈമാസ് ലൈറ്റ് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം മാറ്റിയത്. കൊടുങ്ങല്ലൂർ മണ്ഡപത്തിനുണ്ടായ തകർച്ച പ്രതിരോധിക്കാൻ 60 മീറ്റർ സ്ഥലത്ത് കരിങ്കല്ല് പാകാൻ 22 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അധികൃതർ തയ്യാറാക്കി നൽകി ഒരാഴ്ച പിന്നിട്ടെങ്കിലും തുടർ നടപടികളുണ്ടായിട്ടില്ല. കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു മണ്ഡപം അത് തകർത്തു, കടലാറ്റിന് തകർന്നു. അതിനൊരു ബസ് സ്റ്റാൻഡ് കൂടിയുണ്ട്. അതിൻ്റെ പിൻവശം വരെ എത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ അമ്മൻ്റെ മഠത്തിന് പിന്നിലെ ഞങ്ങളുടെ കുംഭാഭവതി ക്ഷേത്രമാണ് കരിങ്കല്ല് പ്രതികരിച്ച് ഞങ്ങളുടെ മഠത്തിൽ ഇത് തൃക്കണ്ണാട് മണ്ഡപം വീണ്ടും ഒരു അപകടത്തിലേക്ക് പോകുന്നുണ്ട്. അതിനപ്പുറം അതിനൊക്കെ തിരയടിക്കുന്നുണ്ട്. ഇങ്ങനെ നാശനഷ്ടങ്ങൾ കൂടുതൽ കണ്ടമാനം വരെ കുട്ടികളും പ്രദേശത്ത് തൃക്കണ്ണാട് കടപ്പുറം കുട്ടികളും കടപ്പുറം സംഭവിക്കുന്നുണ്ട്. ഇതിന് ഉത്തരവാദിത്തം ഗവൺമെന്റ് ഇന്ന് വരെ ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് ആളുകൂടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയും. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിന്റെ പള്ളിവേട്ട മണ്ഡപവും കടലേറ്റം കാരണമുള്ള തകർച്ചാ ഭീഷണിയിലാണ്. ഇവിടെ 60 മീറ്റർ നീളത്തിൽ ജിയോബാഗ് ഭിത്തി സ്ഥാപിക്കാനുള്ള പദ്ധതി നൽകി 3 മാസം കഴിഞ്ഞിട്ടും അനുമതി കിട്ടിയിട്ടില്ല. നിലവിൽ കടൽ ഭിത്തി പൂർണ്ണമായും തകർന്ന് റോഡ് ഏതു നിമിഷവും കടലെടുക്കാറായ നിലയിലാണ്. തൃക്കണ്ണാട് കോട്ടിക്കുളം തീരത്ത് കടലേറ്റം തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ 25 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. രൂക്ഷമാകുന്ന കടലാക്രമണം ചെറുക്കുന്നതിന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മന്ത്രിയെ സന്ദർശിച്ച MLA-മാരായ CH കുഞ്ഞമ്പു, M രാജഗോപാലൻ എന്നിവർ മന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. വലിയ നാശനഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ മാത്രം അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. കോട്ടിക്കുളം കൊടുങ്ങല്ലൂരമ്മ മന്ദിരം, സമീപത്തെ കട, ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിക്ക് ഇറിഗേഷൻ വകുപ്പ് നേരത്തെ നൽകിയിരുന്ന 22 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് 25 ലക്ഷം രൂപയാക്കി പുതുക്കി സമർപ്പിച്ചിട്ടുണ്ട്. 65 മീറ്റർ നീളത്തിൽ 7.25 മീറ്റർ മുതൽ 2 മീറ്റർ വരെ വീതിയിലും 3.5 മീറ്റർ ഉയരത്തിലും കരിങ്കല്ല് പാകാനുള്ളതാണ് പദ്ധതി. 2 ആഴ്ച മുൻപാണ് 22 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് നൽകിയത്. പുതുക്കിയ എസ്റ്റിമേറ്റ് അംഗീകരിച്ചു കിട്ടിയാൽ കൊട്ടേഷൻ വിളിച്ച് കരാർ നൽകാൻ കഴിയും.
പണം കിട്ടുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാലതാമസമാണ് ഇപ്പോഴുള്ള തടസ്സം. മന്ത്രി 25 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ വൈകില്ല എന്നാണ് പ്രതീക്ഷ. തീരം സംരക്ഷിക്കാൻ സ്വന്തം നിലയിലുള്ള സന്നദ്ധ പ്രവർത്തനവും സമരവും ഉൾപ്പെടെ സംഘടിപ്പിച്ച നാട്ടുകാർ സർക്കാർ തലത്തിൽ കരിങ്കല്ലിറക്കി കടലേറ്റം ചെറുക്കാനുള്ള പ്രതിരോധവും കാത്തു കഴിയുകയാണ്. ന്യൂസ് ബ്യൂറോ, ഉദുമ.